നമസ്കാരം. വീണ്ടും ബാർക്കോഴ ആരോപണം ഉയരുമ്പോൾ ചർച്ചയാകുന്നത് പഴയൊരു ശബ്ദരേഖ. UDF ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന KM മാണിയെ വലച്ചതും ബാർക്കോഴയായിരുന്നു. അന്ന് KM മാണിക്ക് ബാർ ഉടമകൾ പണം നൽകിയതിന് തെളിവുമായി ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. പിന്നീട് ഈ കേസ് തന്നെ അപ്രസക്തമായി. അന്ന് മാണിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് 30 കോടി രൂപയാണെന്ന് വെളിപ്പെടുത്തുന്ന ശബ്ദരേഖ ബാറുടമ ഡോക്ടർ ബിജു രമേശ് പുറത്തുവിട്ടിരുന്നു. കൈക്കൂലി എണ്ണി തിട്ടപ്പെടുത്താൻ പാലായിലെ മാണിയുടെ വസതിയിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നു. ഈ ശബ്ദരേഖ ഏറെ ചർച്ചയായി. പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല. UDF ഭരണകാലത്ത് മാണിക്ക് പണം നൽകിയതിനെ കുറിച്ച് അനിമോൻ എന്ന ബാർ ഉടമ വിശദീകരിക്കുന്നതാണ് ബിജു രമേശ് പുറത്തുവിട്ട ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. 5 കോടി രൂപ മാണിക്ക് വീട്ടിലെത്തി കൈമാറിയതായി അനിമോൻ പറയുന്നുണ്ട്. പുലർച്ചെ 1 മണിക്കാണ് പെട്ടിയിലാക്കി പണം കൈമാറിയത്. കാര്യം ഏറ്റെന്ന് മാണി പറഞ്ഞു. അപ്പോൾ ഉറപ്പ് വേണമെന്ന് മാണി ആവശ്യപ്പെട്ടു. പലിശക്കെടുത്ത പണമാണ് കൈമാറിയതെന്നും അനിമോൻ പറയുന്നുണ്ട്. 30 കോടി രൂപ മാണിക്ക് നൽകാൻ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ചൈന സുനിൽകുമാർ 5 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞതായി ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു. ഈ ശബ്ദരേഖയിലെ വിവരങ്ങളെല്ലാം മാണി നിഷേധിക്കുകയും ചെയ്തു. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിന് വേണ്ടിയാണ് മാണി ആവശ്യപ്പെട്ടതനുസരിച്ച് 30 കോടി വാഗ്ദാനം ചെയ്തതെന്നായിരുന്നു ആ ശബ്ദരേഖ. 312 ബാറുകളും തുറക്കണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് 5 കോടി രൂപയുമായി അനിമോൻ മാണിയെ കണ്ടു. 2 കോടി രൂപ നെടുമ്പാശ്ശേരിയിൽ കാറിൽ വെച്ച് KM മാണിക്ക് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ടായിരുന്നു. എലഗൻസ് ബിനോയി, ജോമോൻ എന്നിവർക്കും ഇക്കാര്യം അറിയാം. കൊല്ലത്തെ സുനിൽ സ്വാമി എന്ന വ്യവസായിയിൽ നിന്നാണ് പണം കടം വാങ്ങിയതെന്നാണ് അനിമോൻ പറയുന്നത്. പക്ഷേ അന്വേഷണങ്ങളിൽ ഇതിനൊന്നും തെളിവ് കിട്ടിയില്ലെന്നതാണ് കേസ് തന്നെ മാഞ്ഞു പോകാൻ കാരണം. എല്ലാവരും ഈ ശബ്ദരേഖയെ തള്ളിപ്പറഞ്ഞു. ഈ വിവാദത്തെ തുടർന്നാണ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പിളർന്നതും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഉണ്ടായതും. ഇതിന്റെ നേതൃത്വം സുനിൽകുമാറും ഏറ്റെടുത്തു. സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് തൊടുപുഴക്കാരനായ അനിമോൻ. ഇതിനൊപ്പം ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരനും. ഏതായാലും സംഘടനയുടെ വെബ്സൈറ്റിൽ ഇടുക്കി ജില്ലാ ഭാരവാഹികളുടെ പേര് വിവരം ഇല്ല. എന്നാൽ അനിമോനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദരേഖ ഈ സംഘടനയ്ക്കും തലവേദനയായി മാറും. വിവാദത്തിൽ കരുതലോടെ മാത്രമേ CPM പ്രതികരിക്കൂ. സർക്കാരിന്റെ മനസ്സിലുള്ള മദ്യനയത്തെ പോലും ഈ ശബ്ദരേഖ ബാധിക്കാൻ സാധ്യത ഏറെയാണ്. മാണിയുമായി ബന്ധപ്പെട്ട വിവാദ ശബ്ദരേഖയിലും തങ്ങൾക്ക് ഇതിനുള്ള ഗുണം ലഭിക്കണമെന്നും പണം കൈമാറുമ്പോൾ അനിമോൻ പറയുന്നുണ്ട്. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്നും അനിമോൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട്. ആ വിവാദ കാലത്ത് കൊച്ചി പാലാരിവട്ടത്തെ ഹോട്ടലിൽ കഴിഞ്ഞ ഡിസംബർ 31-ന് 2.5 മണിക്കൂർ നീണ്ട ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ 22 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദരേഖയാണ് ബിജു രമേശ് പുറത്തുവിട്ടതും ചർച്ചയായി മാറിയതും. ഇത് അസോസിയേഷനിൽ പിളർപ്പുണ്ടാക്കി. അങ്ങനെയാണ് ചൈന സുനിലിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടനയുണ്ടാകുന്നത്. 2014 ഒക്ടോബർ 31-നാണ് പൂട്ടിയ ബാറുകൾ തുറക്കാൻ ബാർ ഉടമകളിൽ നിന്ന് മന്ത്രി KM മാണി 1 കോടി രൂപ വാങ്ങിയെന്ന് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. വിവാദത്തെ തുടർന്ന് 2015 നവംബർ 10-ന് മാണി രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ മാണിയുടെ രാജിക്ക് കാരണമായവർ വീണ്ടും ബാർക്കോഴയിലെ ശബ്ദരേഖയിൽ ഇടതു സർക്കാരിനും തലവേദനയാകുന്നു. എന്നാൽ ഇവിടെ മന്ത്രിമാരുടെ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇടതു സർക്കാരിന് പ്രത്യക്ഷത്തിൽ ഈ വിവാദം വലിയ തലവേദന ഉണ്ടാക്കില്ല. മദ്യനയം ബാർ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് ഓരോ ഹോട്ടലും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് അനിമോന്റെ പുതിയ ശബ്ദരേഖ. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്.
അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു, നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വ്യാഴാഴ്ച ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന നിലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം എന്ന നിലയിലാണ് ആരോപണം പുറത്തു വന്നത്. സംഘടനയുടെ ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തന്നെ ഒരു ബാർ ഹോട്ടലുകാരിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ വീതം പിരിക്കാൻ സംഘടന തീരുമാനിച്ചിരുന്നു. എന്നാൽ പലരും പിരിവ് നൽകിയില്ല. ഇതേ തുടർന്നാണ് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന സംഘടനയുടെ കർശന നിർദ്ദേശം നേതാവ് ഗ്രൂപ്പിലിട്ടത്. ടൂറിസം മേഖലയെ ബാധിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി എല്ലാ മാസവും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നൽകിയ ശുപാർശകളിൽ ഒന്നാണ് ഇത്. സംസ്ഥാനത്ത് 900-നടുത്ത് ബാറുകളാണ് ഉള്ളത്. ഭൂരിഭാഗം പേരും പിരിവ് നൽകിയാൽ തന്നെ ഭീമമായ കോഴയാണ് മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് പിന്നിൽ നടക്കുന്നതെന്ന് പുതിയ ശബ്ദരേഖ തെളിയിക്കുന്നു. ഇത് പ്രതിപക്ഷം ആളിക്കത്തിക്കുമെന്ന് ഉറപ്പാണ്. ശബ്ദരേഖയിൽ നിന്ന് 1-ാം തീയതിയിലെ മദ്യനിരോധം ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക, അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.